ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമാങ്ങ തക്കാളി ചട്നിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒപ്പമൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ആ പച്ചമാങ്ങ 2 പീസായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് നമുക്കൊന്ന് കമിഴ്ത്തി ഇതിലേക്ക് വെക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 തക്കാളിയും കൂടി 2 പീസായിട്ട് കട്ട് ചെയ്ത് അതും ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒരു പച്ചമുളകും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു എണ്ണയ്ക്ക് പുറമെ തക്കാളിയിൽ നിന്നും മാങ്ങയിൽ നിന്നൊക്കെ ഇതുപോലെ വെള്ളം കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെയും മാങ്ങയുടെയൊക്കെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മറു സൈഡ് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളിയുടെ പുറംതോടൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ട് മാറിയിട്ട് നമുക്കിതൊരു ചോപ്പറിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ചതച്ചെടുത്താലും മതിയാവും. ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടികളിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ ചോപ്പറിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത മാങ്ങ ചേർക്കാം. ആ മാങ്ങയുടെ ആ പുറന്തോട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി ചേർക്കാവുന്നതാണ്. കൂടെ തക്കാളിയും വെളുത്തുള്ളി അല്ലിയെല്ലാം ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. കൂടെ ഒരല്പം മല്ലിയില ചേർക്കാം. മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ അളവിൽ എടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി കളറ് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. കൂടെ നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നത് പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പച്ചമാങ്ങ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കാനുള്ളത്. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ പച്ചമാങ്ങ സീസണിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.